ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിപരീതമായ പ്രതിജ്ഞ എടുക്കുക എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പതിവ് ശൈലി. ആ രീതിയെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ മറുപടി ചർച്ചയിൽ കോൺഗ്രസിന്റെ തൊലിയൊരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കോൺഗ്രസ് എക്കാലവും ശ്രമം നടത്തുകയും ചെയ്തു എന്നതിന്റെ തെളിവായിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയ്ത വലിയൊരു മണ്ടത്തരം. അതായത് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാന് 80% വെള്ളവും ലഭിച്ചു എന്നതാണ്. അതോടുകൂടി തന്നെ ഈ ഉടമ്പടിയിൽ അവർ ഒപ്പുവയ്ക്കുകയും പാകിസ്ഥാന് മതിയായ വെള്ളം നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് മോദി സർക്കാർ ഈ മണ്ടത്തരം തിരുത്തുകയും പാകിസ്ഥാന് ഇന്ത്യയും തമ്മിലുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും അതൊരു വലിയ ഉദാഹരണമാണ് എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോക്സഭയിൽ നടന്ന 19 മണിക്കൂർ നീണ്ട ചർച്ചയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 1960-ൽ നെഹ്റു സർക്കാർ പാകിസ്ഥാനുമായി സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുടെ അന്തസ്സിനോടുള്ള വലിയ വഞ്ചനയാണ് കാണിച്ചത്. രാജ്യ താൽപര്യങ്ങൾ പണയം വെക്കുകയാണ് കോൺഗ്രസ് ഈ ഒരു രീതിയിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു ശീലമായി അവർ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് സിന്ധു നദീജല കരാർ. ഇന്ത്യയിൽ ഉത്ഭവിച്ച നദിയുടെ 80% വെള്ളത്തിനും പാകിസ്ഥാൻ അവകാശം നൽകുകയാണ് കോൺഗ്രസ് അക്കാലത്ത് ചെയ്തത്. പൗരന്മാരുടെയും കർഷകരുടെയും താൽപര്യങ്ങൾക്കായാണ് ഇന്ത്യ സിന്ധു നദീജല കരാറിന് അത് റദ്ദാക്കിയത്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ല എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുകയാണ് ഉണ്ടായത്. മുൻ സർക്കാരുകൾ സിന്ധു നദീജല കരാറിനെ അവഗണിക്കുകയും നെഹ്റുവിന്റെ ഭരണത്തിലുണ്ടായ തെറ്റുകൾ തിരുത്താൻ പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരിനും കഴിഞ്ഞിരുന്നില്ല. ആ തെറ്റുകൾ പരിഹരിക്കുന്നതിന് അവർ പരാജയപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ആ തെറ്റുകൾ തിരുത്താൻ ഇന്ത്യയിൽ നിർണായക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ 80% വെള്ളവും ഇന്ത്യക്ക് 20% വെള്ളവും ലഭിക്കുന്നു. എന്ത് തരം നയതന്ത്രമാണിത്? കരാർ ഒപ്പുവെക്കില്ലായിരുന്നുവെങ്കിൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ നിന്ന് നിരവധി പദ്ധതികൾ നിർമ്മിക്കാനാകുമായിരുന്നുവെന്നും പ്രധാനമന്ത്രി ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യക്ക് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനും കഴിയുമായിരുന്നു ഇതിലൂടെ ഒക്കെ തന്നെ. അതേസമയം കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം അഴിച്ചുവിട്ടത്. കോൺഗ്രസ് രാജ്യത്തെ ധീരന്മാരെ അഭിനന്ദിക്കാൻ പോലും അവർ ആർജവം കാണിച്ചില്ല. അത് ദൗർഭാഗ്യകരമാണ്. ഇന്ത്യയിൽ ഇവർ പരത്തുന്നത് അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരിക്കൽ പോലും കോൺഗ്രസ് ഇനി ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാകില്ല എന്നും പ്രധാനമന്ത്രി ആഞ്ഞടിച്ചു. പാകിസ്ഥാന്റെ പ്രചരണങ്ങളുടെയും ഗൂഢാലോചനകളുടെയും വ്യക്തമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഇന്ത്യ സ്വാശ്രയത്വമായി മുന്നേറുകയാണ്. അതേസമയം രാഷ്ട്രീയമായ പ്രസക്തി നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് പാകിസ്ഥാനിൽ നിന്ന് പ്രശ്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ഒരു പ്രധാന രീതിയായി തന്നെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. പഹൽഗാമിലെ ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് വന്നതിന് അവർ കോൺഗ്രസ് പാർട്ടി ആകട്ടെ ഇപ്പോഴും തെളിവുകൾ ആവശ്യപ്പെടുന്നു. നമ്മുടെ സായുധ സേനയെ എതിർക്കുന്നതിൽ കോൺഗ്രസ് ഒരു നീണ്ട ചരിത്രം തന്നെ സൃഷ്ടിച്ചു. അടുത്തിടെയാണ് നമ്മൾ കാർഗിൽ വിജയ ദിവസ് ആഘോഷിച്ചത്. എന്നാൽ കോൺഗ്രസ് ഒരിക്കലും ഈ വിജയം യഥാർത്ഥത്തിൽ അത് സ്വന്തമാക്കുകയോ അതിനെ ആദരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും രാജ്യത്തിന് നന്നായി അറിയാം. ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതായി പോലും അവർ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ എന്തിനാണ് നിർത്തിയതെന്ന് അവർ ചോദിക്കുന്നു. എതിർക്കാൻ കോൺഗ്രസ് ഇപ്പോഴും എന്തെങ്കിലും ഒഴിവൊഴിവ് കണ്ടെത്തുകയാണ് എന്നും രാജ്യം മുഴുവൻ അവരെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ആക്രമണത്തിന് ശേഷം ഒരു BSF ജവാൻ അവരെ പിടിക്കപ്പെട്ടു. ഇത് മോദിയെ നാണം കെടുത്തുന്നതിന് ചിലർ കരുതി അതിന് തുല്യമായ രീതിയിൽ പ്രവർത്തിച്ചു. പക്ഷേ ആ ജവാനും സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല വളരെ ധൈര്യത്തോടുകൂടി അദ്ദേഹം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി ആ നിബന്ധനകൾ എല്ലാം തന്നെ അംഗീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ കോൺഗ്രസ് ഒരു തമാശയായി മാറ്റിയിരിക്കുകയാണ്. ആദ്യം അവർ തെളിവ് ചോദിക്കുന്നു. പാകിസ്ഥാന്റെ പക്ഷം ചേർന്നുകൊണ്ട് കോൺഗ്രസ് തെളിവ് ചോദിച്ചു. പാകിസ്ഥാനും തെളിവ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ആക്രമണവും സംബന്ധിച്ചുകൊണ്ട് നടന്ന ചർച്ചയിൽ അത് നടക്കവേ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ എന്തുകൊണ്ട് എതിർത്തില്ല എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ചോദിച്ചത്. ഇതിനെ മോദി കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.